നമസ്കാരം. ഇന്നത്തെ റെസിപ്പി സദ്യകളിൽ 100 കറികൾക്ക് സമമായ ഇഞ്ചിക്കറിയാണ്. കം ടു ദ വീഡിയോ. കറിക്ക് ആവശ്യമായ ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞെടുത്തത് ഒരു 400 ഗ്രാം ഇഞ്ചിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇത് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ, ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇഞ്ചി വറുത്തെടുക്കണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വേണം, കാരണം നന്നായി ചുമക്കെ വറുത്തെടുക്കണം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇഞ്ചി ഒരു 20 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഫ്രൈ ആവാനുണ്ട്. അതിലേക്ക് ഒരു 5 പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്യും. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇഞ്ചി അരമണിക്കൂർ നന്നായിട്ട് നല്ലെണ്ണയിൽ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കാം. 100 ഗ്രാം പുളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്ത പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യും. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. പുളി നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പൊടി പാകത്തിന് ഗ്രേവി പോലെ വറ്റിച്ചെടുക്കണം. അതുവരെ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 5 ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതലാവാം, അല്ലെങ്കിൽ അവനവനെ മധുരത്തിൻ്റെ ടേസ്റ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് വീണ്ടും ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് വറുത്ത് കൊടുക്കാം. നല്ല കുറച്ചും കൂടെ കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്ക് വറ്റിച്ചെടുക്കാം. അല്ല ഒരു മീഡിയം അങ്ങനെ തൊടുകറി പോലെ ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരുപാട് കട്ടിക്ക് വേണ്ടവർക്ക് കട്ടിക്ക് ആക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം ഇതിൽ ലൂസ് ഗ്രേവി ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്ത് കൊടുക്കാം. പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് സിമ്മിലേക്ക് വെക്കണം, അല്ലെങ്കിൽ മസാലകൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ആഡ് ചെയ്യാം. ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഗ്യാസ് സിമ്മിലേക്ക് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ വളരെ സിമ്മിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ഇതെല്ലാം കരിഞ്ഞു പോകും. നമ്മുടെ പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. കടുക് വറുത്തിട്ടു. ഇനി നമുക്ക് ഒരു ചുരുങ്ങിയതൊരു 2 മണിക്കൂറെങ്കിലും തണുത്തതിന് ശേഷം യൂസ് ചെയ്യുമ്പോഴാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് നന്നായി ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. ഓക്കെ, ബൈ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.